ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 144/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, ചോദ്യത്തിൻ്റെ ആൻസർ മാർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കൊരു ചോദ്യപേപ്പർ കിട്ടുമ്പോൾ അതിന് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാക്കിയെടുക്കാനാണ്. ആൻസർ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ മാത്രം നോക്കി പോവുകയുള്ളൂ. ചോദ്യം എന്താണെന്നോ അത് എന്താണ് ആൻസർ എന്നോ കൃത്യമായി പഠിക്കില്ല. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻ സി ദണ്ഡിയാണ് കേട്ടോ. ഓപ്ഷൻ സി ദണ്ഡി. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ഓപ്ഷൻ ഡി ആണ് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. മൂന്നാമത്തെ ചോദ്യം കേട്ടോ. മൂന്നാമത്തെ ചോദ്യമാണ്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതാണ്? സെൻസസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഈ കൊടുത്തേക്കുന്നത് ഏതാണ്? സെൻസസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം നോക്കാം. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, ജാവലിൻ ത്രോയാണ്. ആറാമത്തെ ചോദ്യം, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലടക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. ആറാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. ഏഴാമത്തെ ചോദ്യം, പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഇതിൽ ഓപ്ഷൻ ബി ആണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളത് പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. അതാണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ. ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാർ. ഒൻപതാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ കേട്ടോ. AKG ആയിരുന്നു. പത്താമത്തെ ചോദ്യം, അയ്യൻകാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വെങ്ങാനൂരിൽ നിന്ന്. 11ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ എന്താണ്? ഭാഷകളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഭാഷകൾ. 12ാമത്തെ ചോദ്യം നോക്കാം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ഓപ്ഷൻ എ ബ്രഹ്മസമാജം. ആധുനിക ഇന്ത്യയിലെ ആദ്യ മതസാമൂഹിക പ്രസ്ഥാനം ബ്രഹ്മസമാജം. 13ാമത്തെ ചോദ്യം, കൃഷി വകുപ്പ് മന്ത്രി, കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? പി പ്രസാദ് കേട്ടോ. പി പ്രസാദ്. 14ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഓപ്ഷൻ ഡി ആണ്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കഥയാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം നോക്കാം. തൊട്ടുകൂടായ്മ നിർമാർജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ. തൊട്ടുകൂടായ്മ നിർമാർജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തിലൂടെ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അംഗീകരിച്ചത് കേട്ടോ. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം കേട്ടോ. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് എന്നാണ്? വ്യവസായം കേട്ടോ. വ്യവസായമാണ്. വ്യവസായം സെക്കൻഡറി ആണ്. ദ്വിതീയ മേഖലയാണ് കേട്ടോ. പ്രാഥമിക മേഖലയല്ല, ദ്വിതീയ മേഖലയിലാണ് വരുന്നത് കേട്ടോ. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വ്യവസായമാണ്. കൃഷി, മത്സ്യബന്ധനം, ഖനനം ഇതെല്ലാം എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. 19ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് 20 ദിന പരിപാടി. ഓപ്ഷൻ ഡി ആണ് 20 ദിന പരിപാടി. 20ാമത്തെ ചോദ്യം, 2021-22 മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI കേട്ടോ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 132ാം സ്ഥാനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ.
21ാമത്തെ ചോദ്യം, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്? കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. അപ്പോൾ ഈ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണ് കേട്ടോ. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് ഈ 4 പ്രസ്താവനകളും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി കേട്ടോ. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. 23ാമത്തെ ചോദ്യം നോക്കാം. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോടാണ് കേട്ടോ. ഓപ്ഷൻ എ കോഴിക്കോട്. 24ാമത്തെ ചോദ്യം നോക്കാം. ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് തൃതീയ മേഖല കേട്ടോ. സേവന മേഖലയാണ്. നമ്മൾ ഈ ബാങ്കിങ് പോലുള്ളതൊക്കെ എന്താണ്? സേവന മേഖലയാണ്. അത് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ. 25ാമത്തെ ചോദ്യം, മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉടുമ്പൻ ചോലയാണ് കേട്ടോ. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻ ചോലയാണ്. 26ാമത്തെ ചോദ്യം നോക്കാം. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമലക്കുന്ന് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ചെങ്കൽ മണ്ണാണ്. ഓപ്ഷൻ എ ചെങ്കൽ മണ്ണ്. 28ാമത്തെ ചോദ്യം നോക്കാം. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. നമുക്കറിയാം ഉരുൾപൊട്ടലാണ്. ഓപ്ഷൻ ബി. 29ാമത്തെ ചോദ്യം നോക്കാം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? MD വത്സമ കേട്ടോ. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? MD വത്സമ. ഓപ്ഷൻ എ ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? കോതമംഗലം. ഓപ്ഷൻ ബി കോതമംഗലം. 31ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം ഏത്? തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക കേട്ടോ. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നതായിരുന്നു ഏതിന്റെ? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എറണാകുളം. ഓപ്ഷൻ ബി എറണാകുളം. 33ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? അതും എറണാകുളമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി. 34ാമത്തെ ചോദ്യം, 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? ഇടിമിന്നലാണ് കേട്ടോ. ഓപ്ഷൻ എ ഇടിമിന്നൽ. 35ാമത്തെ ചോദ്യം, ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേട്ടോ. തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 36ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആക്കുളം. ഓപ്ഷൻ ഡി ആണ് ആക്കുളം. 37ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ദാമൻ. ഓപ്ഷൻ സി ദാമൻ. 38ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? അമർകണ്ട് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 39ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഓപ്ഷൻ ഡി
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേട്ടോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. 40ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അരുണാചൽ പ്രദേശാണ്. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. 41ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഓപ്ഷൻ എ മഹാരാഷ്ട്ര. 42ാമത്തെ ചോദ്യം, 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏത്? തെലുങ്കാന. ഓപ്ഷൻ ഡി തെലുങ്കാന. 43ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബംഗ്ലാദേശ് കേട്ടോ, ഓപ്ഷൻ ബി ബംഗ്ലാദേശാണ് ആൻസർ. 44ാമത്തെ ചോദ്യം, ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. ഓപ്ഷൻ ബി വിസരണം. 45ാമത്തെ ചോദ്യം, ഏത് മൂലകത്തിന്റെ ആറ്റോമിക നമ്പറാണ് 100? ഏതിൻ്റെയാണ്? ഫെർമിയം. ഓപ്ഷൻ എ ഫെർമിയം. 46, ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? USA കേട്ടോ. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? USA ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് USA. 47ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതെവിടെയാണ്? ചെന്നൈ കേട്ടോ, ചെന്നൈയിലാണ്. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി. LIC ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ, രണ്ടാമത്തത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം ശരിയാണ്, 1ഉം 3ഉം മാത്രം. ഇനി 49ാമത്തെ ചോദ്യം നോക്കാം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? ചിലിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ചിലി. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏത്? ഓപ്ഷൻ ബി ആണ് ഷിൻഡോ കേട്ടോ, ഷിൻഡോ മതമാണ്. 51ാമത്തെ ചോദ്യം, കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏത്? നീലാംബരി. ഓപ്ഷൻ എ നീലാംബരിയാണ്. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരി. 52ാമത്തെ ചോദ്യം, ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആര്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. ഓപ്ഷൻ സി ആണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. 53ാമത്തെ ചോദ്യം, വിറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ സ്കർവി കേട്ടോ, ഓപ്ഷൻ എ സ്കർവി. 54ാമത്തെ ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തുക. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെ കുറിച്ചാണോ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് കേട്ടോ, 2ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ശരീര തുലനാവസ്ഥ സെറിബെല്ലമാണ് കേട്ടോ, സെറിബെല്ലം. ഒന്നാമത്തേത് സെറിബെല്ലമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 55ാമത്തെ ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഓപ്ഷൻ ബി കാസർഗോഡ്. 56ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നമുക്കറിയാം കേട്ടോ. ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 57, മെനിഞ്ചൈറ്റിസ് രോഗം മസ്തിഷ്കത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. ഓപ്ഷൻ ഡി തലച്ചോറ്. തലച്ചോറിലെ മെനിഞ്ചസിനെ ബാധിക്കുന്നു. 58ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏതു രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഏത് രാജ്യമാണ്? ഈജിപ്റ്റ് ആണ്. ഓപ്ഷൻ സി ഈജിപ്റ്റ്. 59ാമത്തെ ചോദ്യം, 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ്. ഓപ്ഷൻ സി ആണ് മങ്കി പോക്സ്.
60-ാമത്തെ ചോദ്യം നോക്കാം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ എ ആൻസർ. 61-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്? ലാക്കസ് വെറിസ് കേട്ടോ. ലാക്കസ് വെറിസ് ആണ് ഓപ്ഷൻ എ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്? ലാക്കസ് വെറിസ് ഓപ്ഷൻ എ ആൻസർ. 62-ാമത്തെ ചോദ്യം. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 63-ാമത്തെ ചോദ്യം നോക്കാം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു. ഓപ്ഷൻ എ ആൻസർ കേട്ടോ. വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു. 64-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം എന്താണ്? സൾഫർ. ഓപ്ഷൻ ബി സൾഫർ. 65-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമാണ് കേട്ടോ. സിക്കിം. ഓപ്ഷൻ സി സിക്കിം. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമാണ്. ഓപ്ഷൻ സി ആൻസർ. 66-ാമത്തെ ചോദ്യം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. ഓപ്ഷൻ സി ഒലിവർ ഡീമൻ ആണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമൻ. 67-ാമത്തെ ചോദ്യം. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഒ ഗ്രൂപ്പ് ആണ് കേട്ടോ. ഒ ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. അടുത്ത ചോദ്യം. 68-ാമത്തെ ചോദ്യം. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. 69-ാമത്തെ ചോദ്യം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. അടുത്ത ചോദ്യമാണിത്. ഇതിൽ 2ഉം 3ഉം 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് രക്തദാനം ചെയ്യരുത്. ഇതാണ് 2 ശരിയായിട്ടുള്ളത് കേട്ടോ. മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യുന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. തെറ്റാണ്. 3 മാസം കൂടുമ്പോഴാണ് രക്തദാനം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആൻസർ. 71-ാമത്തെ ചോദ്യം നോക്കാം. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 72-ാമത്തെ ചോദ്യം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. 73-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിൽ എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയയാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. വൈറസ് ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നല്ലേ നമ്മൾ പറയുന്നത്, HIV. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 74-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത്? ഇൻസുലിൻ. ഓപ്ഷൻ ഡി ഇൻസുലിൻ. 75-ാമത്തെ ചോദ്യം. ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്. 76-ാമത്തെ ചോദ്യം. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ക്ഷയം BCG എന്നുള്ളതാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷയം BCG എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഇനി 77-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? ശ്രീമതി വീണ ജോർജ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? ഏതാണ്? എയ്ഡ്സ് ആണ്. ഓപ്ഷൻ ബി എയ്ഡ്സ് കേട്ടോ. റെഡ് റിബൺ എക്സ്പ്രസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? എയ്ഡ്സിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് റെഡ് റിബൺ എക്സ്പ്രസ് ഒക്കെ ഉള്ളത് കേട്ടോ. ഓർത്തിരിക്കുക.
79ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ജനീവ. ഓപ്ഷൻ സി ജനീവ. 80ാമത്തെ ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വൈറസ്. ഓപ്ഷൻ എ വൈറസ് ആണ്.